റോമൻ കാത്തലിക് ചർച്ചിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ടാകും. മാർട്ടിൻ ലൂതറിനെ പോലുള്ള ആളുകൾ വരുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ സഭയ്ക്ക് ഗുണമായിട്ട് ഭവിച്ചിട്ടുണ്ടോ ദോഷമായിട്ട് ഭവിച്ചിട്ടുണ്ടോ? അവിടെ നമുക്ക് ഗുണവും ദോഷവും ഇതെല്ലാം മാനവികതയെ ബേസ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഗുണവും ദോഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സമൂഹത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരുന്നത് എന്തിനു വേണ്ടിയാണ്, എന്താണ് ഉദ്ദേശം? ഒരു നല്ല ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാലങ്ങളോളം ആ ഉദ്ദേശത്തിൻ്റെ നല്ല ഫലങ്ങൾ സമൂഹത്തിനും സഭയ്ക്കും ജനങ്ങൾക്കും ലഭിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാത്തലിക് ചർച്ചിൽ നിന്ന് മാർട്ടിൻ ലൂതർ പുറത്തേക്ക് വരുന്നത് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്, ഒരു ഇൻ്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സഭ വ്യാഖ്യാനിക്കുന്ന ചില കാര്യങ്ങൾ ശരിയല്ല, അതിൻ്റെ ബേസിലാണ് വരുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വചനത്തിൻ്റെ ഉദ്ദേശം ആളുകളെ നന്മയിലേക്ക് കൊണ്ടുപോകുക, ആളുകളെ വളർത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മാർട്ടിൻ ലൂതർ ഈ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാനവികത നഷ്ടപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു മത തീവ്രവാദ സ്വഭാവം വളർത്തുന്ന ഒരു വ്യക്തിയായി, ഒരു കൂട്ടമായിട്ട് സഭയെ മാറ്റിക്കൊണ്ടു പോവുകയാണ്. ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ സ്ഥാപകൻ എന്നതിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ മാർട്ടിൻ ലൂതറിനെ ഇഴകേറി പരിശോധിച്ചാൽ എന്ത് റിസൾട്ടാണ് നമുക്ക്? റിസൾട്ട് എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഹിഡൻ ഹിസ്റ്ററിയാണിത്. ഇത് പലപ്പോഴും വായിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഇരുളിൽ കിടക്കുന്ന ഒരു ചരിത്രമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ലൂഥറിൻ്റെ ഉള്ളിൽ നിന്ന് പലപ്പോഴും ഈ പറഞ്ഞ മാനവികത, മനുഷ്യൻ എന്ന രീതിയിൽ സഹജീവികളെ കാണാനുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കഴിവ് നഷ്ടപ്പെടുത്തിയിട്ട് അദ്ദേഹം ഒരു തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. പലപ്പോഴും ഈ മതം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഈ മനുഷ്യത്വത്തെ എടുത്തു കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രൂരമായ സമീപനങ്ങൾ അല്ലേ? മനുഷ്യത്വത്തിന് വിരുദ്ധമായ. ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം, ഈ അംഗവൈകല്യമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഓർമ്മ വരുന്നത്, അംഗവൈകല്യമുള്ള ആളുകൾ സ്വർഗത്തിലൊരിക്കലും പോകത്തില്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇവർ ദൈവത്തിൻ്റെ മക്കളൊന്നും അല്ല എന്ന രീതിയിൽ അദ്ദേഹം, എത്ര ക്രൂരമായ ഒരു സമീപനം. കാൽവിനും അത് പറഞ്ഞിട്ടുണ്ട്. കാൽവിനും അതുപോലെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു മാർട്ടിൻ ലൂതറിന് ശേഷം പതിനായിരക്കണക്കിന് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടായി. ഇപ്പം നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയിലാണ് നിൽക്കുന്നത്. ഈ ജില്ലയിലെ സഭകൾ നമ്മൾ ഇന്നൊന്ന് എണ്ണാൻ പോവുകയാണെങ്കിൽ എണ്ണി നമ്മുടെ ഊപ്പാട് വരത്തുള്ളൂ. കാരണം നമുക്ക് കൃത്യമായൊരു കണക്ക് കിട്ടത്തില്ല. നമ്മൾ എണ്ണി തീർന്നാലും പിന്നെയും ഒരു 50 സഭകളും കൂടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ ആയിട്ട് കാണും. ഈ മനുഷ്യത്വം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഈ മനുഷ്യത്വം പോയതിൻ്റെ തെളിവാണ് ഇത്രയധികം സഭകൾ എന്ന പേരിൽ ഈ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കൂട്ടങ്ങളോ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സഭയെന്ന് പറയുന്നത് ഏകമാണ്, അല്ലെ? സഭ ഒന്നാണ്, അല്ലെ? ഒരു ശരീരമാണ്, യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് പറയുന്നത്. ഇത്രമാത്രം ആ സഭ മുറിഞ്ഞു പോകാനുള്ള കാരണം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം, മാനുഷികമായ ഭാവം നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ്.